ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങൾ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ചില അപകടകരമായ സാഹചര്യങ്ങൾ. അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ക്രെഡിറ്റ് അടിക്കൽ അതെപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നടക്കുന്നത് കേന്ദ്ര സർക്കാരിന് വേണ്ടിയുള്ള പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും സംസ്ഥാന സർക്കാരിന് വേണ്ടിയുള്ള പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇത് അപകടകരമായ സ്ഥിതിയിലാണ് എന്ന് പലയിടത്തും നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിട്ടും വികസനമല്ലേ, വികസനമൊപ്പം നിൽക്കണ്ടേ എന്ന ചോദ്യമാണ് ഉയർന്നു വന്നിരുന്നത്. ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് താങ്കൾക്ക് നാട്ടുകാരുമായി ഉൾപ്പെടെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് സംഭവിച്ചത് എന്നത് മനസ്സിലാകുന്നുണ്ടോ? വളരെ വ്യക്തമായിട്ട് നിർമ്മാണത്തിലെ ഗുരുതരമായ അപാകതയും വീഴ്ചകളുമാണ്. ഇത് ബന്ധപ്പെട്ട ജനപ്രതിനിധികള്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ഉൾപ്പെടെ പലതവണ വ്യത്യസ്ത തലങ്ങളിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മലപ്പുറത്തെ ജനപ്രതിനിധികള് ഇന്നലത്തെ തന്നെ യോഗത്തിൽ പറഞ്ഞതെന്താണ്, അവർ ജില്ലാ വികസന സമിതിയിലും PWDയുടെ വകുപ്പ് തല മീറ്റിങ്ങുകളിലും നിയോജകമണ്ഡല അവലോകന യോഗങ്ങളിലുമെല്ലാം ഈ നിർമ്മാണത്തിലെ അപാകതയും അശാസ്ത്രീയതയും കൃത്യമായിട്ട് അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നാടൻ കണ്ണുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ കാഴ്ചപ്പാടിൽ തന്നെ ഈ അപാകത വ്യക്തമാണ്. അതിന് വലിയ സാങ്കേതിക വൈദഗ്ധ്യം വേണ്ട. പ്രത്യേകിച്ച് വയലിലൂടെ അല്ലെങ്കിൽ താഴ്ന്ന സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ പാത നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്യാവശ്യം വേണ്ട മുന്നൊരുക്കങ്ങൾ ചെയ്തിട്ടില്ല. അത് മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, മഴയുടെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, മഴക്കാലമായിട്ടില്ലല്ലോ. മഴയുടെ തുടക്കത്തിലെ ഇങ്ങനെയുള്ള ഭീകരമായിട്ടുള്ള വീഴ്ചയാണ് അല്ലെങ്കിൽ വലിയ മണ്ണിടിച്ചിലും അല്ലെങ്കിൽ അപകടമാണ് സംഭവിക്കുന്നതെങ്കിൽ മഴക്കാലത്തെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും? മഴക്കാലം വരുന്നതിന് മുമ്പ് തന്നെ ഇത് വന്നല്ലോ. അത് തന്നെയല്ല, ഒരു സ്ഥലത്തല്ല, മലപ്പുറത്ത് മാത്രമല്ല, കണ്ണൂരിലുണ്ടായിട്ടുണ്ട്, കാസർഗോഡ് ജില്ലയിലുണ്ടായിട്ടുണ്ട്, വ്യാപകമാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവമേറിയ വിഷയം തന്നെയാണ്. ഗവൺമെന്റ് അതിന് ഉത്തരം പറയണം. ഇപ്പോൾ റോഡ് നിർമ്മാണത്തിനൊക്കെ ശാസ്ത്രീയമായ പല വഴികളുണ്ട്. ഇപ്പൊ ബാങ്കിങ് ഓഫ് കർവ് അടക്കം ഓരോ സ്ഥലത്തെയും വളം എത്രത്തോളം വേണം, ഏത് തരത്തിൽ ടാർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ശാസ്ത്രീയത നമ്മൾ ആർജിച്ചിട്ട് നിരവധി പതിറ്റാണ്ടുകൾ കഴിയുന്നു. അക്കാര്യത്തിലൊന്നും ശാസ്ത്രീയ മാർഗങ്ങൾ എങ്ങനെ സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു ചുരം റോഡിലാണെങ്കിൽ എങ്ങനെ അവിടെ റോഡ് പണിയണമെന്ന കാര്യത്തിലൊന്നും ഒരു അവ്യക്തതയും ഉള്ള നാടല്ല നമ്മുടേത്. പക്ഷേ സമീപകാലത്ത് മൂന്നാറിലെ ഗ്യാപ് റോഡിൽ പാറ ഇടിഞ്ഞു വീഴുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഗ്യാപ് റോഡ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അത് അവിടുത്തെ ഒരു റോഡിന്റെ മാത്രം, അവിടുത്തെ ഭൂമിശാസ്ത്രത്തിന്റെ പ്രത്യേകത കൊണ്ട് അങ്ങനെ അപകടം സംഭവിക്കുന്നത് എന്ന ഒരു കൺക്ലൂഷനിലേക്കൊക്കെ നമ്മൾ എത്തുന്നതിനിടയിലാണ് നമ്മുടെ നല്ല ഇടങ്ങളിൽ, നാട്ടിൽ ഇങ്ങനെ നിർമ്മിക്കുന്ന വലിയ കുന്നും മലയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ നിർമ്മാണത്തിൽ അശാസ്ത്രീയതയും അപാകതയും ഉണ്ട് എന്ന് നമുക്ക് കരുതേണ്ടി വരില്ലേ? അത് പകൽ പോലെ വ്യക്തമാണ്. കാരണം മന്ത്രിമാർ തലത്തിലും മുഖ്യമന്ത്രി തലത്തിലൊക്കെ ഇതിന്റെ അവലോകന യോഗങ്ങളും പ്രവൃത്തി വേഗത്തിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും എല്ലാം ഉണ്ടെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ അവലോകന യോഗങ്ങളുടെ അപാകതകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെയേറെ ഗുരുതരമായൊരു വീഴ്ച തന്നെയാണ്. ശരി, വളരെ നന്ദി ശ്രീ സണ്ണി ജോസഫ് പ്രതികരിച്ചതിന്.